എൻ്റെ പഠനം 10ാം ക്ലാസ് വരെ സൗദി അറേബ്യയിലായിരുന്നു. ഞാൻ ജനിച്ചത് ഇവിടെയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സൗദിയിലോട്ട് പോയി. 10ാം ക്ലാസ് കവിത 12ാമത്തെ വയസ്സിലാണ് ഞാൻ എഴുതിയത്. poetry.com എന്നൊരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. അവർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് കവിതകൾ സ്വീകരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് എഴുതി. മെലഡീസ് ഓഫ് നേച്ചർ എന്നായിരുന്നു കവിതയുടെ പേര്. നേച്ചറിൻ്റെയും ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് എങ്ങനെ കമ്പാരിസൺ, ചെറിയൊരു കമ്പാരിസൺ. ഇപ്പോൾ ഹ്യൂമൻ ആണെങ്കിൽ ഹ്യൂമൻസ് വർക്ക്, അങ്ങനെ ഇൻസെക്ട്സ് ആണെങ്കിൽ ഉറുമ്പുകൾ ജോലി ചെയ്യുന്നുണ്ട്. ദേ മേക്ക് ദ ഹോം, ദേ മേക്ക് ദ ഫുഡ്. അങ്ങനെ കമ്പാരിസൺ ഹ്യൂമൻസിനെ പോലെയാണ് മറ്റുള്ള ആനിമൽസ് എന്നൊരു കമ്പാരിസണാണ് ആ കവിതയിൽ ഞാൻ ചെറിയൊരു കവിതയായിരുന്നു അത്. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ് ഇൻ ദാറ്റ് പോയം. എഴുതാൻ തോന്നിയത് ഐ ഡോണ്ട് നോ, ഇറ്റ് ജസ്റ്റ് കെയിം ഔട്ട്. മൈ പേരൻസ് വലിയ സപ്പോർട്ടായിരുന്നു. എഴുതി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഇൻസ്റ്റൻറ്റിൽ എനിക്ക് തോന്നി, ഓക്കെ എഴുതാം, നോക്കാം, എഴുതി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അത് എഴുതിയപ്പോഴത്തേക്കൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഐ തിങ്ക് ഐ ക്യാൻ ഡു സംതിങ്, ലൈക്ക് ഐ തിങ്ക് ഐ ക്യാൻ റൈറ്റ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ട് പിന്നെ ബാക്കിയൂടെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ തോന്നുമ്പോഴൊക്കെ അങ്ങനെ എഴുതുമായിരുന്നു. ഫസ്റ്റ് കവിതയുടെ ഇൻസ്പിറേഷൻ എന്തായാലും രണ്ടാമത്തെ കവിതയിലുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ നേച്ചറിനെ കുറിച്ച് മാത്രമേ എഴുതത്തുള്ളായിരുന്നു. ഫസ്റ്റ് വൺ വാസ് മെലഡീസ് ഓഫ് നേച്ചർ, രണ്ടാമത്തത് ലവ്ലിനെസ് ഓഫ് ഡോൺ എന്നായിരുന്നു കവിതയുടെ പേര്. അതും നേച്ചറിനെ ബേസ് ചെയ്തിട്ട് എഴുതിയ കവിതയാണ്. അപ്പം നേച്ചർ എന്നെ ആദ്യമൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കവിത എഴുതിയത്. ബീങ് ബ്രോട്ടപ്പ് ഇൻ സൗദി അറേബ്യ വിച്ച് ഇസ് എ ഡെസേർട്ട്. അവിടെ ഡെസേർട്ടാണ്, ലൈക്ക് മരങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ട് കാണാൻ പറ്റില്ല. എന്നാലും ദേ ടേക്കൺ സോ മച്ച് എഫേർട്സ് ടു പ്ലാന്റ് ട്രീസ്. പ്രകൃതിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇവിടെയും ഉണ്ട്, പക്ഷേ എൻ്റെ നെയ്ബർഹുഡിൽ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ് മരങ്ങളൊക്കെ വെട്ടിമുറിക്കുക. ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് ഹാപ്പനിങ്. ഒരുപാട് സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടും ഞാൻ ഈ ഇടയ്ക്കൊരു കവിത എഴുതി, ആക്സ് അക്രോസ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് മരത്തിനെ വെട്ടുന്ന ആക്സ്, ലൈക്ക് വേവിങ് ദർ ആക്സ് അക്രോസ് മൈ ഹാർട്ട്. അങ്ങനെ പ്രകൃതിനെ ട്രബിളിങ് നേച്ചർ, ലൈക്ക് ഒരുപാട് വിഷമമുള്ളൊരു കാര്യമാണ് അത്. സോ നേച്ചർ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നേച്ചർ ഇസ് ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് യു ക്യാൻ സീ അറൗണ്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് മീ. പ്രഭാതം വളരെ സുന്ദരമായിട്ടുള്ള കാര്യമാണ്. ലൈക്ക് പ്രഭാതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. വി ക്യാൻ സീ ലൈക്ക് വണ്ടേഴ്സ് ഓഫ് കളേഴ്സ്. ലൈക്ക് എണീക്കുമ്പോൾ തന്നെ ഓറഞ്ച്, യെല്ലോ എല്ലാം കളേഴ്സ് ഒരുമിച്ച്. പിന്നെ ബേർഡ്സ്, ലൈക്ക് സൗണ്ട് സൈലൻ്റ് ആണ്. അങ്ങനെ ദോസ് തിങ്സ് ഇറ്റ് ഹാസ് ഇൻഫ്ലുവൻസ്ഡ് മീ. ദാറ്റ് ഇസ് വൈ ഐ റോട്ട് ദ പോയം. ഒരു ഫെയിമിന് വേണ്ടിയിട്ടല്ലല്ലോ. ഇറ്റ്സ് ലൈക്ക് പോയിട്രി ഈസ് മൈ വേ ഓഫ് എക്സ്പ്രസ്സിങ്. എൻ്റെ ആശയങ്ങൾ ഒരു രീതിയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നു. അത് ഞാൻ കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതന്നേ ഉള്ളൂ. ലൈക്ക് വാട്ട് ഐ ഫീൽ, ഐ വോണ്ട് ദി അതേഴ്സ്, ലൈക്ക് റീഡേഴ്സ് വായിക്കുമ്പോഴത്തേക്കും what I feel, I want them to know what I feel. So it's my way of expressing myself. That is what I see in poetry. ഇപ്പം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. ഇതുവരെ ഒരു 60-65 കവിതകളും എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം പബ്ലിഷ് ചെയ്തത് മാലൂബൻ പബ്ലിഷേഴ്സാണ്. ലവ്ലിനെസ് ഓഫ് ഡോൺ എന്നാണ് ബുക്കിൻ്റെ പേര്. 2004 അത്. 33 പോയംസ്, 33 പോയമുള്ളൊരു കളക്ഷനാണത്. അതിൻ്റെ ഫോർവേഡ് എഴുതിയത് ഐ പി പണിക്കർ സാറാണ്. ലൈക്ക് ഹിസ് ബ്ലെസ്സിങ്സ് ആർ ഓൾവേസ് ദേ വിത്ത് മീ. എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു സാറ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാമെന്ന് വെച്ചാൽ. ആൻഡ് ഐ ഗിവ് മൈ താങ്ക്സ് ടു മൈ പബ്ലിഷർ ബേബി ജോൺ അങ്കിൾ, മാലുബൻ പബ്ലിഷേഴ്സ്. രണ്ടാമത്തെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ മാംഗോ ബുക്സ് ആണ്, കൊച്ചിൻ ബേസ് ചെയ്തിട്ട്. ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ, കളക്ഷൻസ് കൊടുത്തിട്ടേ ഉള്ളൂ. അവരതിൻ്റെ വർക്ക് ഇപ്പോഴും ഇറ്റ്സ് ലൈക്ക് കണ്ടിന്യൂയിങ്, വർക്ക് ഇസ് കണ്ടിന്യൂയിങ്. ഫ്ലവേഴ്സ് ഓൺ ദി വയലിൻ ഞാൻ എഴുതിയത് ഞാൻ 12th അത് ഞാനൊരു 2 മാസം അതിങ്ങനെ മനസ്സിൽ കിടന്നു. അത് എഴുതുന്നതിന് മുമ്പേ 2 മാസം മനസ്സിൽ ഇട്ടിങ്ങനെ പോയിൻറ്റ്സ് ഇങ്ങനെ അതിന് വേണ്ടി കുറിച്ച് വെച്ചിട്ടില്ല, മനസ്സിലിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതി. ഇറ്റ് വാസ് എ വെരി ബിഗ് പോയം, വലിയൊരു പോയമായിരുന്നു. 2 പേജുണ്ട്. പ്രചോദനം ഇറ്റ്സ് ലൈക്ക് മ്യൂസിക്, ഫ്ലവേഴ്സ്, അഗെയിൻ നേച്ചർ കംസ് ഇൻ ഇറ്റ്. നേച്ചർ, മ്യൂസിക്, ഫ്ലവേഴ്സ്, ലവ് എല്ലാം ഉണ്ട് അതിനകത്ത്. ആൻഡ് ആദ്യം എഴുതിയത് എഡിറ്റ് ചെയ്ത വേർഷനാണ് ഇപ്പം പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം എഴുതിയത് ഒരു ലൈക്ക് പ്രോസ് പോലായിരുന്നു, ഒരു 1 സ്ട്രെച്ചിൽ ഞാൻ അങ്ങ് എഴുതി. അപ്പോൾ അത് വായിച്ചപ്പോഴത്തേക്കും മൈ ഫ്രണ്ട്സ് ക്രിട്ടിസൈസ് ചെയ്തു, അഴിച്ച് പണിയണമെന്ന് പറഞ്ഞു. സോ ലൈക്ക് ഐ ഹാഡ് ടു റീറൈറ്റ് ഒന്നും ചെയ്തില്ല. ലൈക്ക് ഞാനത് പാരഗ്രാഫായിട്ട്, ഐ മീൻ സ്റ്റാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയ പോയമില്ല. അങ്ങനെയാണ് രണ്ടാമത് എഡിറ്റ് ചെയ്തത്. സോ മൈ ഫ്രണ്ട്സ് ഹാവ് എ ബിഗ് പാർട്ട് ഇൻ ദാറ്റ് പോയം. അവാർഡ് ഇൻ്റർനെറ്റിൽ ബ്ലൂ മാംഗോ ബുക്സ് എന്ന സൈറ്റിൽ
you have a competition. You can send your poems for the competition. അങ്ങനെ ഐ സെൻഡ് ലൈക്ക് ഞാൻ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സെൻഡ് മൈ കളക്ഷൻ ഓഫ് പോയിംസ് 25-26 പോയിംസ് ഞാൻ അയച്ചു കൊടുത്തു. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത് ഫ്ലവേഴ്സ് ഓൺ ദി വയലിൻ എന്ന കവിതയ്ക്കാണ് അവാർഡ് തന്നത്. ഒരുപാട് സന്തോഷം തോന്നി അവാർഡ് കിട്ടിയപ്പോഴത്തേക്കും. ലൈക്ക് ഒബ്വിയസ് അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി, ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടിയെന്ന് തോന്നി. വെരി റെസ്പോൺസിബിൾ നൗ. ഇപ്പം എക്സ്പെക്റ്റ് ചെയ്യും ആൾക്കാർ. അങ്ങനെ ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ട്. ഇനി കൂടുതൽ എഴുതണം. ലവ്, നേച്ചർ, പിന്നെ വാർ ഈ ഇടയ്ക്കൊന്നും എഴുതിയിട്ടില്ല. ഞാൻ ഒരു വർഷം മുമ്പേയൊക്കെ എഴുതിയത്. അപ്പം പിന്നെ ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ കാണുന്ന കറണ്ട് ഇഷ്യൂസൊക്കെ ചിലപ്പോൾ എഴുതാറുണ്ട്. ഈ ഇടയ്ക്ക് എഴുതിയ ഒരെണ്ണം, ഒരു ജർമ്മൻ ഷെപ്പേർഡ് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര സങ്കടം തോന്നി അത് വായിച്ചപ്പോഴത്തേക്കും. സോ ഐ റോട്ട് എ 4-line poem, ഷോർട്ട് പോയം എഴുതിയത്. സംതിങ് ലൈക്ക് I was abandoned on the street even after looking after them, after being with them all day long. When I was bitten, I was thrown away on the street. പഠിച്ചത് മൊത്തം ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പം ഐ ഫീൽ മോർ കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ്. എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ഇംഗ്ലീഷിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാളം ലാംഗ്വേജിനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. ഐ ക്യാൻ സ്പീക്ക്, ഐ ക്യാൻ റൈറ്റ്, റീഡ്, എനിക്കെല്ലാം പറ്റും. പക്ഷേ സാഹിത്യം ആ മേഖലയിലോട്ട് പോകുമ്പോഴത്തേക്ക് വി ഷുഡ് ബി മോർ സീരിയസ് വിത്ത് ദി ലാംഗ്വേജ്. അത്രയും സീരിയസ് ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സോ ദാറ്റ് ഈസ് വൈ ഐ ഫീൽ മോർ കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് ആൻഡ് ഐ ഫീൽ ഐ ക്യാൻ എക്സ്പ്രസ് മൈസെൽഫ് മോർ ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് വൈ ഐ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. മൈ ഡാഡ് ഈസ് വൺ പേഴ്സൺ ഹു ഹാസ് ഇൻസ്പയർഡ് മീ എ ലോട്ട്. എൻ്റെ ലൈക്ക് കൊച്ചുനാൾ തൊട്ട് ഇപ്പോഴും വരെ മൈ സപ്പോർട്ട് ഹാസ് ബീൻ ഹിം. അച്ഛൻ ഒരുപാട് ഹിസ് ആക്ട്സ്, ഹിസ് വേ ഓഫ് ടോക്കിംഗ്, അച്ഛൻ്റെ ഐഡിയോളജീസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഹി ഈസ് വൺ പേഴ്സൺ ഹു ഹാസ് ഇൻസ്പയർഡ് മീ. പിന്നെ റൈറ്റേഴ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് ഫോളോ എനി വൺ. ജസ്റ്റ് ദാറ്റ് ഐ റൈറ്റ്, ഐ ട്രൈ ടു കൺവേ മൈ സെൽഫ്. പോയിറ്റ്സിൽ വായിച്ചിട്ടുള്ളതിൽ ഐ ലൈക്ക് സിൽവിയ പ്ലാത്ത്, ഹർ വേ ഓഫ് റൈറ്റിംഗ് പോയിംസ്. ഐ ഡോണ്ട് മെമ്മറൈസ് എനിത്തിങ്. ഞാൻ ഒന്നും മെമ്മറൈസ് ചെയ്ത് വെക്കാറില്ല വായിക്കുന്നതൊന്നും. ഐ റീഡ്, അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റാർട്ട് ലൈക്കിംഗ് ദ പേഴ്സൺ. പിന്നെ ഐ റീഡ് മോർ ഓഫ് നോവൽസാണ് കൂടുതൽ വായിക്കാറ്. ആസ് യൂഷ്വൽ അഡ്വഞ്ചർ നോവൽസ് എനിക്ക് അഗത്ത ക്രിസ്റ്റിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മറ്റു നോവൽസ് ആണെങ്കിൽ ലൈക്ക് ജയശ്രീ മിശ്ര, നോവൽ ആഫ്റ്റർവേർഡ്സ്. പിന്നെ റൈറ്റ് നൗ ജുംപ ലാഹിരി ആയിട്ടൊരു ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ഹർ മോർ. എഴുത്തിലൂടെ, ആസ് ഐ ടോൾഡ് ഏർലിയർ, എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ലൈക്ക് വെൻ ദേ റീഡ് മൈ പോയിംസ്, ഇഫ് ദേ ഫീൽ ദർ ഇസ് സംതിങ് ഇൻ ഇറ്റ്, ദേ കൻ അണ്ടർസ്റ്റാൻഡ് മൈ വേ ഓഫ് എക്സ്പ്രസിങ്. സോ ദെൻ ഐ വുഡ് കൺസിഡർ മൈ സെൽഫ് ബ്ലെസ്ഡ്. ആസ് ഇൻ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ഐഡിയോളജീസൊക്കെ, എല്ലാവർക്കും ഉണ്ടാവും. സോ ലൈക്ക് ഐ ജസ്റ്റ് വോണ്ട് അതേഴ്സ് ടു നോ വാട്ട് ഐ തിങ്ക്. PG കഴിഞ്ഞിട്ട് നല്ല ജോലി വേണം. ആൻഡ് ഐ ലവ് ടു വർക്ക്. എൻ്റെ സ്റ്റഡിങ് മാസ് മീഡിയ. എനിക്ക് മീഡിയയിൽ വർക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഐ ലൈക്ക് എഴുതും, കണ്ടിന്യൂ റൈറ്റിംഗ് അലോങ് വിത്ത് ദാറ്റ്. ഐ ഡു റൈറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഓൾ ദാറ്റ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ ഐ ഡു റൈറ്റ് അതർ തിങ്സ് ഓൾസോ. സോ ഐ വർക്ക് ഇൻ എ പ്രിൻറ്റ് മീഡിയ ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഐ വിൽ ടേക്ക് മൈ പോയിംസ് ഓൾസോ. ഐ കനോട്ട് കൺസിഡർ സെക്കൻഡറി ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ 7th 8th ഒക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി നോക്കുമായിരുന്നു. ഇങ്ങനെ ഒരു കഥയൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഡയലോഗ്സൊക്കെ വെച്ച് സ്ക്രിപ്റ്റ് എഴുതി നോക്കുമായിരുന്നു. അങ്ങനെ 3-4 എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ പ്രായത്തിലുള്ളൊരു ഫുൾ എൻ്റെ നെഗറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. നോവലിനൊന്നും ഞാൻ ഐ ഹാവൻ ട്രൈഡ് യെറ്റ്. ഷോർട്ട് സ്റ്റോറീസ് നോക്കിയിട്ടുണ്ട്. കോമ്പറ്റീഷനിൽ, കോളേജിലുള്ള കോമ്പറ്റീഷനിലൊക്കെ ഷോർട്ട് സ്റ്റോറി കോമ്പറ്റീഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഐ ഹാവൻ റിട്ടൺ എനിത്തിങ് സീരിയസ്ലി ഷോർട്ട് സ്റ്റോറീസ് ഒന്നും. പോയിംസാണ് കൂടുതൽ എഴുതുന്നത്. ഐ ഫീൽ മോർ ഫ്രീ വിത്ത് പോയിംസ്. ആസ് ഓഫ് നൗ അങ്ങനെ വിഷമം, വിരഹം ആയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒൺലി തിങ് ഐ ക്യാൻ പോയിൻ്റ് ഔട്ട് നൗ ഇസ് സൗദിയിൽ ബ്രോട്ടപ്പ് ആയിരുന്നു. ഐ ഹാഡ് ഓൺലി മൈ പേരൻസ്, അച്ഛനും അമ്മയും മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഹാസ് ടു മിസ് മൈ ഇന്ത്യ, മൈ കേരള അലോട്ട്. ഗ്രാൻഡ് പേരൻസായിട്ട് ഒരിക്കലും ഞാൻ കഴിഞ്ഞിട്ടില്ല. സോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട് ഓൾഡ് ഏജിനെ കുറിച്ച്. ഭയങ്കര താല്പര്യമാണ് ഓൾഡ് ഏജിനെ കുറിച്ചും. പിന്നെ അങ്ങനെ അതുകൊണ്ട് ലൈക്ക് ഐ യൂസ് ടു റൈറ്റ് സോ മെനി. ഞാൻ വൺ ഡേ ഈവൻ യു വിൽ ബി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ട്രൂ വാല്യൂ,
പിന്നെ ഈ ഇടയ്ക്കൊരു പ്രോജക്റ്റ് ചെയ്തു ഓൾഡ് ഏജ് ഹോംസിനെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ ആ ഒരു ചെറിയൊരു വിഷമം, എനിക്കത് അനുഭവിക്കാൻ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. Tender age, you were looked after, ever caring, ever dying parents. Living, toiling, striving just for you, sacrificing just to bring you up. Your tender hands holding theirs, your sweet smile smiling at them. They give you all their life just for you. They even forget to live their life for you. Something which everyone would love to read and again read. വായിച്ചിരിക്കാൻ തോന്നുന്നൊരു പോയം എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് ഇതുവരെയായിട്ട് എഴുതിയിട്ടില്ല എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. സംതിങ് വിച്ച് എവ്രി വൺ തിങ്ക് വായിച്ചാലും മതി വരാത്ത ഒരു കവിത എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഐ ലൈക്ക് ഫ്യൂഷൻസ്, എനിക്ക് മിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. As I told, Flowers in the Violin was a mixture of nature, music, love, കളേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ലൈക്ക് ഐ തിങ്ക് എ ലോട്ട് അബൌട്ട് കളേഴ്സ്. അങ്ങനെ ഐ വോണ്ട് എ മിക്സ്ചർ, ഇങ്ങനെ ഫ്യൂഷൻ മ്യൂസിക് എന്നൊക്കെ പറയുന്ന പോലെ സംതിങ് ലൈക്ക് മിക്സിങ് സോ മെനി തിങ്സ് ഇൻ എ പോയം. ഈ ഇടയ്ക്ക് എൻ്റെ അവാർഡ് ഫംഗ്ഷൻ്റെ അന്ന് ശ്രീകുമാരി രാധാകൃഷ്ണൻ റൈറ്റർ മാം പറഞ്ഞു, ഷീ റെഡ് വൺ ഓഫ് മൈ ലൈൻസ്, സൈലൻസ് ഈസ് ലൈക്ക് ദ സൈലൻസ് ഇൻ ദ ഡീപ്പസ്റ്റ് ഓഫ് ദ ഡീപ്പസ്റ്റ് ഡെപ്ത്. അങ്ങനെ ഒരു വരി എൻ്റെ ഒരു പോയമിലുണ്ട്. ഷീ ടോൾഡ് ഇത്രയും നന്നായിട്ട് വിവരിക്കാൻ പറ്റി, ഇതിനെക്കാട്ടും വേറൊരു രീതിയിൽ സൈലൻസിനെ കുറിച്ച് എഴുതാൻ പറ്റില്ല എന്ന് ഷീ കമൻറ്റഡ് ഓൺ സ്റ്റേജ്. സോ ദാറ്റ് വാസ് വൺ മൊമെൻറ്റ് വെൻ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എം ലക്കി ടു ബി യുവർ ഡാഡ് എന്ന്. അങ്ങനെ പറഞ്ഞ ആ ഒരു നിമിഷം, ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് 4-5 years ബാക്ക്, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എം പ്രൗഡ് ടു ബി യുവർ ഫാദർ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. Like I'm happy, like he's happy to be my dad. Obviously all dads are happy to be their kids' fathers, but still എനിക്കത് നേരിട്ട് ഞാനത് ആ കമൻറ്റ് കേട്ടപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ആൻഡ് ദെൻ അനദർ ഇൻസ്റ്റൻറ്റ് വാസ് ഫസ്റ്റ് ബുക്കിൽ ഫോർവേഡ് ചെയ്ത അയ്യപ്പപ്പണിക്കർ സാറാണ്. ഇത്രയും വലിയൊരു റൈറ്റർ, ലൈക്ക് ബഡിങ് ആർട്ടിസ്റ്റ്, ലൈക്ക് മൈ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ബുക്കിൽ ഫോർവേഡ് എഴുതിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. Both the sexes are equal. Women and men, രണ്ടുപേർക്കും അവരവരുടെ ക്വാളിറ്റീസ് ഉണ്ട്. ഐ ആം നോട്ട് എ ഫെമിനിസ്റ്റ്. എനിക്ക് ഫെമിനിസത്തിനോട് ഒട്ടും താല്പര്യമില്ല. ഐ കൺസിഡർ ബോത്ത് ഈക്വൽ. വി ഷുഡ് റെസ്പെക്ട്, ബോത്ത് ദ സെക്സസ് ഷുഡ് റെസ്പെക്ട് ഈച്ച് അതർ. ആൻഡ് അത് നമ്മൾ ഒരാളുടെ സപ്പോർട്ട് തേടുന്നു എന്ന് വെച്ചിട്ട് വി ആർ നെവർ ഇൻഫീരിയർ. വി ആർ നോട്ട് ഇൻഫീരിയർ. ലൈക്ക് വി ആർ റെസ്പെക്ടിങ് ഹിം, ആൻഡ് if that person is supporting us, then it's like respect, give and take. I don't consider like, okay, support for me. എഴുത്തിൽ I don't think I need a support of anyone. That is me myself. എഴുത്തിൽ ഒരു പുരുഷൻ്റെ സപ്പോർട്ട് വേണം അങ്ങനെയൊന്നും താല്പര്യമില്ല. But when it comes to life, of course I'll need a partner. I'll need to be with him. I'll surely need him with me. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു പുരുഷനാണ് ഈ സൈഡിലിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തൊരു സ്ത്രീ നിൽക്കുവാണെങ്കിൽ സം വിമൻ ദേ റിലക്റ്റന്റ് ടു സിറ്റ് നെക്സ്റ്റ് ടു. ദേ ഫീൽ ലൈക്ക് സൊസൈറ്റി എന്ത് ചിന്തിക്കും, ഞാനൊരു പുരുഷൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, ഞാനിപ്പോൾ അയാളടുത്തിരുന്ന മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേര്, ദർ ആർ സം പീപ്പിൾ ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആസ് ഐ ടോൾഡ് ഏർലിയർ, ബോത്ത് വി ആർ ഹ്യൂമൻ ബീങ്സ്. ജസ്റ്റ് ദാറ്റ് മെയിൽ ഫീമെയിൽ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ. വി ആർ ഹ്യൂമൻ ബീങ്സ്. ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ അടുത്ത് വേറൊരു ഹ്യൂമൻ ബീങ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മേ ബി ദാറ്റ് അതൊന്ന് മാറണം. ഷുഡ് ബി മോർ ലൈക്ക് ഓപ്പൺ മൈൻഡഡ്. തിങ്ക് സൊസൈറ്റി വി ഷുഡ് ലുക്ക്, പക്ഷേ വി ഷുഡ് ഹാവ് അവർ ഓൺ റെസ്പെക്റ്റ്. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം. ആൻഡ് ഇഫ് യു തിങ്ക് വെൻ ഐ സിറ്റ് നെക്സ്റ്റ് ടു ദാറ്റ് പേഴ്സൺ ഇറ്റ്സ് ഓക്കെ, യു ഹാവ് ടു സീ വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു. ഒരു കുട്ടി ജനിച്ചത് തൊട്ട് വളരുന്നതിൽ ഫുൾ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പേരൻസ് ഷുഡ് ബി ഏബിൾ ടു അക്സെപ്റ്റ് ദെയർ ചൈൽഡ് ആസ് വാട്ട് ദേ ആർ. ഒരു കുട്ടി വളരുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് എനിക്ക് ഇന്നതാവണം, എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട് എന്നൊരുപാട് കാണും. ആൻഡ് ദേ ഷുഡ് ബി ഫ്രീ ഇനഫ് ടു ടെൽ ദെയർ പേരൻസ്, അച്ഛാ അമ്മ എനിക്കിങ്ങനെ ആവണം. സോ പേരൻസ് ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ചൈൽഡ്. അവരുടെ കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പേരൻസ് തയ്യാറാവണം. ഐ തിങ്ക് ഇപ്പം എല്ലാവരും മെജോറിറ്റി ഓഫ് ദ പേരൻസ് ഗോ ബിഹൈൻഡ് ഡോക്ടർ, എൻജിനീയർ. ഈ രണ്ട് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം
മുകളിലോട്ട് നിൽക്കുന്നത്. ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ, അതിൽ കംപ്ലീറ്റ്ലി താല്പര്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ. പക്ഷേ എൻ്റെ മോൾ ഡോക്ടർ ആവണം, എൻ്റെ മോൻ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞിട്ട് ദേ ഫോഴ്സ് ചിൽഡ്രൻ ടു ഗോ ഇൻ ടു ദ പ്രൊഫഷൻ. അവർ ഒരുപാട് വിഷമത്തോടെ എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടൊരു ഇതിലാണ് അവർ ആ പ്രൊഫഷനിലോട്ട് പോകുന്നത് തന്നെ. ദാറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ്. എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്നാണ് ആഗ്രഹം. ഒരുപാട് പേരൻസ് റിലക്റ്റൻ്റ് ആണ് ഫാഷൻ ഡിസൈനിങ്ങിനൊക്കെ വിടാനും അങ്ങനത്തെ കോഴ്സിനൊക്കെ വിടാൻ, മാസ് കമ്മ്യൂണിക്കേഷന് വിടാൻ തന്നെ ഒരുപാട് പേരൻസ് റിലക്റ്റൻ്റ് ആണ്. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും വി ഷുഡ് എൻജോയ് വാട്ട് വി ആർ ഡൂയിങ്. ആ കുട്ടിക്ക് ആഗ്രഹമുള്ള ഒരു പ്രൊഫഷനിലോട്ട് വിട്ടാൽ for sure he'll succeed in that field because interest ഉള്ള ഫീൽഡാണ്. വാട്ട് ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹീസ് ഡൂയിങ്. അപ്പം വാട്ട് എവർ ജോബ് വി ഡു നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യണം. നമ്മൾ ഫുൾ എൻജോയ്മെൻറ്റ് ഉണ്ടെങ്കിൽ വി വോണ്ട് ഫീൽ ദറ്റ് വി ആർ ഡൂയിങ് എ ജോബ്, ഡൂയിങ് സംതിങ് വി ആർ എൻജോയിങ്. അങ്ങനെ ഒരു ഫീലിംഗ് വരണം. ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് പേരൻസ് ഷുഡ് ചേഞ്ച്. എൻ്റെ കുട്ടി എൻ്റെ ആഗ്രഹം അനുസരിച്ച് വളരണം. അങ്ങനെയല്ല. സി വെൻ ഒരു കുട്ടിക്ക് ഒരു ആഗ്രഹം ഉള്ളപ്പോഴത്തേക്ക് വെൻ ദ പേരൻസ് വെൻ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ദെയർ വിഷ്, ദാറ്റ് ഈസ് വെൻ ദർ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് the father and mother. In that case, I am very lucky. My parents have been very, very supportive. And Achan and Amma, like all of them, both of them, very supportive. And ella agrahangal, like I have taken all my decision on my own. And the decision endanu Achan iruthu ammeduthum parayam, and they accept it. They tell me the pros and cons, but still they accept it. It should be like that. In ഒരു understanding parents-ഉം കുട്ടികളും തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ there will be equilibrium at home. And if there is equilibrium at home, there will be equilibrium in, around you. Flowers on the Violin എന്ന പോയത്തിന് ആദ്യത്തെ 4 വരിയാണ്. The wide street lay spread, dew-filled leaves swayed lightly in the air. The air was cold and soft, and the street was silent as light. She stood on the side of the road, a damsel queen so pretty to see. Her hair swayed in the mild air. She had some flowers in her hand to sell. On one side of the street was an old-fashioned house. Just mildly could it be seen through the dense dew. She walked slowly with a silent song in her lips. She could hear from somewhere a slow, beautiful music. It was the violin playing from the old house beside the road. She walked noiselessly inside the room. There she saw in the middle of the room an innocent young man with a violin in his hands. She walked with ample care, went next to him, but no, he couldn't see her, blind was he. She sat next to him and listened in silence the melody of the violin. She didn't know she dropped a candle. There he stops playing. Who is there next to me? She got scared, asked him in a slow voice, would you buy some flowers? He stood up with anger in his face. How dare you enter without me knowing? You have no right to listen my music. Go away. Would you buy some flowers? Go away, I say, leave. She takes her steps back, starts to leave, but thanks him inside her for the beautiful music and places a bunch of flowers on his violin.